പ്രോഫറ്റ് ഈ സിസ്റ്ററുടെ പേര് നീതു എന്നാണ്, കുണ്ടറയെന്ന് വരുന്നു. ഈ സിസ്റ്റർ ഇവിടെ കടന്നു വരുന്ന സമയത്ത് ഈ സിസ്റ്ററിന്റെ ഭർത്താവിനൊരു വാഹനമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓട്ടം ലഭിക്കാതെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രശ്നത്തിലുമായിരുന്നു. അങ്ങനെ വിഷമിച്ചാണ് ഇവിടെ കടന്നു വന്നത്. കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ഒരു വണ്ടി കാണുന്നു, അതിന്മേൽ കർത്താവ് ഒരു വലിയ വിടുതൽ അയക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രോഫസി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർക്ക് ആ വണ്ടിക്ക് ഓട്ടം കിട്ടുവാനും സാമ്പത്തികമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കുവാനും ദൈവം അവരെ സഹായിച്ചു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് കയ്യിൽ വീണു. അങ്ങനെ കൈ സിസ്റ്ററിനെ മുറിയാനിടയായി തീർന്നു. ഒരു വലിയ മുറിവായിരുന്നു, ഗ്ലാസ് പൊട്ടിയിട്ട് ചോരയൊക്കെ ഒലിക്കുകയും വലിയൊരു മുറിവായിരുന്നു. അപ്പം അത് തിങ്കളാഴ്ചയാണ് സംഭവിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് രാത്രി 9:30 ആയപ്പം ആരോ സിസ്റ്ററെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അടൂർ ഗ്രേസ് ഫാമിലി ചർച്ചിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ കേട്ടപ്പോൾ അതൊരു അമ്മ സംസാരിക്കുന്ന പോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു. അങ്ങനെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഗ്രേസ് ഫാമിലി എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞല്ലേ? ഗ്രേസ് ഫാമിലിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, വിഷമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു ഗ്രേസ് ഫാമിലി വന്നതിന് ശേഷം എനിക്ക് സങ്കടമൊന്നുമില്ല, സന്തോഷമാണെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു, ഗ്ലാസ് വീണ് മുറിഞ്ഞായിരുന്നു. ഞാനും പൊടി കുഞ്ഞു മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത്. അപ്പൊ അടുത്ത വീട്ടിലെ കൊച്ചുമായിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തയാ. ഞാൻ പറഞ്ഞു ഞാൻ ഈ മരുന്ന് എന്താ എടുത്ത് മാറ്റിയിട്ട് വേറെ മരുന്ന് വെക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു മോൾ ഇപ്പോൾ അത് ചെയ്യണ്ട, നാളെ ഒരു രാവിലെ 9:30 ആകുമ്പോഴത്തേക്ക് ആ കൈ അഴിച്ച് ഡ്രസ്സ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ ആ സമയം 9:30 ആയപ്പോൾ ഞാൻ കൈ അഴിച്ച് ഡ്രസ്സ് ചെയ്തപ്പം ആ മുറിവിന്റെ ഒരു പാട് പോലെ അത് ഭയങ്കരമായിട്ട് തോന്നുന്നു. ഒരാൾ വിളിച്ച് ഗ്രേസ് ഫാമിലി എന്നാന്ന് പറയുകയാണ്. ഗ്രേസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അമ്മയെപ്പോലെ സംസാരിച്ചിട്ട് എന്താണ് വിഷമം, ഇപ്പം കൈ അഴിച്ച് ഡ്രസ് ചെയ്യാൻ പോവണ്ട, നാളെ രാവിലെ അഴിച്ചാൽ മതി. രാവിലെ അഴിച്ചു നോക്കിയപ്പോൾ ആ മുറിവ് അവിടെ ഇല്ല, അങ്ങനത്തെ പാടുണ്ട്. പ്രോഫറ്റ് അതുപോലെ ഈ സിസ്റ്റർ പിറ്റേ ദിവസം വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് താങ്ക്സ് പറയാൻ വേണ്ടി തിരിച്ചു വിളിക്കാൻ നോക്കിയിട്ട് ആ നമ്പർ ഫോണിനകത്ത് കാണാനില്ല. നമ്പറില്ല, ആ ഫോണിൽ ആ നമ്പറില്ല. ഗ്രേസ് ഫാമിലി ചിലർക്ക് ദൂതന്മാരുടെ ശുശ്രൂഷകൾ. ആ കയ്യിൽ ആ മുറിവില്ല, മുറിവിന്റെ പാടില്ല. ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ കൈപ്പട്ടൂർ വണ്ടിക്ക് പെട്രോൾ ഇല്ലാതെ റോഡിൽ നിൽക്കുമ്പം പാതിരാത്രി 11:30 കണ്ടായി. എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ബൈക്കല്ല. ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ആരെയും. ഞാൻ വളരെ ഭാരപ്പെട്ടു. അന്ന് ഇത്രയും നെറ്റ്വർക്ക് സംവിധാനങ്ങളില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പേടിക്കണ്ട, കയറിക്കോ. ഓമല്ലൂർ കൊണ്ടുപോയി. അന്ന് ഓമല്ലൂരാണ് അമ്പലത്തിൻ്റെ അവിടെയുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച് തിരിച്ച് എൻ്റെ ബൈക്കിനകത്ത് ഒഴിച്ച്, അന്ന് 15-20 രൂപ മതി പെട്രോളിന്. ഞാൻ പറഞ്ഞു നാളെ ഞാൻ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിരിച്ചു. ഞാൻ ചോദിച്ചു ഫോൺ നമ്പർ തരാമോ? അദ്ദേഹം ഫോൺ നമ്പർ തന്നു. തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിക്കുമ്പം ഒരു മാതാവ് എടുത്തേ. ഞാൻ ചോദിച്ചു രാജേഷ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ രാജേഷ് ഇവിടെ ഇല്ല, ശ്രീനഗറില, 8 മാസമായിട്ട് അവൻ അവിടെ എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് വേണ്ടി സഹായിക്കാൻ ദൈവിക ദൂതന്മാരിറങ്ങുമെന്ന് പ്രസംഗിക്കുകയല്ല, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു.